ദീപക്, മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ ഇപ്പോൾ ഈ വന്യമൃഗശല്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ഒരു നീക്കം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇന്നിപ്പോൾ തമിഴ്നാട്, കർണാടക മന്ത്രിമാരെ കാണുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടി ഒന്ന് നൽകൂ. പ്രധാനമായും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഈ വന്യജീവികളെ കാട്ടിലേക്ക് തിരികെ കയറ്റാനും ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങുന്നത് തടയാനുമായുള്ള ഒരു സംയുക്ത കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ 3 സംസ്ഥാനങ്ങളും, അതായത് കേരള, കർണാടക, തമിഴ്നാട്, ഈ 3 സംസ്ഥാനങ്ങളുടെയും വനം വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ഇന്ന് ബന്ദിപ്പൂരിൽ ചേരുന്നത്. വനം വകുപ്പിന്റെ, കർണാടക വനം വകുപ്പിന്റെ ബന്ദിപ്പൂരുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ രാവിലെ 11 മണിയോട് കൂടിയാണ് ഈ കൂടിക്കാഴ്ച ആരംഭിക്കുക. കർണാടക വനം വകുപ്പ് മന്ത്രി ഈശ്വർ ഖന്ദ്രെ, ഒപ്പം തമിഴ്നാട് വനം വകുപ്പ് മന്ത്രി മതിവണ്ണൻ, കേരള വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു നേരത്തെ ഈ സംയുക്ത യോഗം തീരുമാനിച്ചത്. എന്നാൽ തമിഴ്നാട് വനം വകുപ്പ് മന്ത്രി ചില അസൗകര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഇവരുടെ ഈ വനം വകുപ്പിന്റെ മറ്റ് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് പ്രധാനമായും ഈ 2 സംസ്ഥാനങ്ങളുമായി വനാതിർത്തി പങ്കിടുന്നതോടൊപ്പം 3 വന്യജീവി സങ്കേതങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മേഖലയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം ഈ കാട്ടാന പോലുള്ള മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കർണാടകയുടെയോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെയോ കാട്ടാനകളെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വനംവകുപ്പിന്, കേരള വനംവകുപ്പിന് മുന്നിൽ എപ്പോഴുമുള്ള വലിയൊരു പ്രതിസന്ധി. ഇതിനെ എങ്ങനെ മറികടക്കാം, ഏറ്റവും എളുപ്പത്തിൽ ആനയുടെയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളുടെയും ലൊക്കേഷൻ എങ്ങനെ എളുപ്പത്തിൽ ലഭ്യമാക്കാം എന്നുള്ള കാര്യം കൂടി ഇന്ന് ഈ യോഗത്തിൽ തീരുമാനിക്കുന്നുണ്ട്. നേരത്തെ 3 സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഇതിനെ തുടർന്ന് മന്ത്രിമാരുടെ അവലോകന മന്ത്രിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ദീപക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത ഉണ്ട്.